അജപാലകൻ ഇന്ന് മെയ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ. മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിന് സ്വർഗരാജ്യത്ത് ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു വന്നു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ല വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ച് കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുത് കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ട് കളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം കളകളുടെ ഉപമയാണ്. ഉപമയിലൂടെ കണ്ണോടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, സാമ്യം, സിമിലാരിറ്റി. കളകളും ചെടികളും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുകയില്ല. ഇതുപോലെ നന്മയും തിന്മയും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസങ്ങൾ കാണുകയില്ല. നന്മയുടെ ഗുണവും തിന്മയുടെ ദോഷവും അവസാനമേ വ്യക്തമാകും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് പോലെ ഫലമുണ്ടാകുന്നവരെ കർഷകൻ കാത്തിരിക്കേണ്ടി വരും. IS ഭീകരരായ 2 കുട്ടികൾ ചങ്ങലക്കിട്ട 4 കുർദുകളെ വെടിവെച്ച് കൊല്ലുന്ന രംഗം ലോക മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇസ്ലാമല്ലാത്തവരെല്ലാം നരകാഗ്നിയിലേക്കുള്ളവരാണെന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ വെടിവെച്ച് കൊന്നത്. അവർ ചെയ്തത് പൈശാചികതയാണെന്ന് നമുക്ക് അനുഭവപ്പെടാമെങ്കിലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യപ്രവൃത്തികളായിട്ടാണ് നിറയൊഴിക്കുന്നത്. കളകൾ പറിച്ചു കൂട്ടട്ടെ എന്നാണ് യജമാനൻ്റെ നിർദ്ദേശം. പറിച്ച് കൂട്ടേണ്ട എന്നാണ് യജമാനൻ്റെ നിർദ്ദേശം. തെറ്റി പറിക്കാതിരിക്കാനാണ് യജമാനൻ അങ്ങനെ നിർദ്ദേശിക്കുന്നത്. ചെടികൾ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ ഇടയാകരുത്. ഓരോ മനുഷ്യാത്മാവും ദൈവത്തിന് മുമ്പിൽ അമൂല്യമാണ്. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കൊയ്ത്ത് കൃഷിയുടെ സമാപനമാണ്. വിളവ് ധാന്യപ്പുരയിലേക്കും കളകൾ കുടത്തിലേക്കും മാറ്റപ്പെടും. ദുഷ്ടം ശിഷ്ടം സാമ്യമുള്ളവരും വലിയ വ്യത്യാസമില്ലാത്തവരും ആണെന്ന് എങ്കിലും ദുഷ്ടൻ്റെ അവസാനം നരകവും ശിഷ്ടൻ്റെ അവസാനം സ്വർഗവുമായിരിക്കും. മരണമാണ് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും അന്ത്യം, യുഗാന്ത്യം. അതാണ് ഒരുമിച്ച് ഉള്ള വളർച്ചയെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവരുടെ ഇടയിൽ തിന്മ ചെയ്തവരെ ദൈവം അനുവദിക്കുന്നു. തിന്മ ചെയ്യുന്നവരെ അനുവദിക്കുന്നത് നന്മ ചെയ്തവരെ കണ്ട് പശ്ചാത്തപിച്ച് നന്മയിലേക്ക് പിന്തിരിക്കുവാനാണ്. നന്മ ചെയ്യുന്നവരുടെ വിശ്വസ് തെളിയിക്കുവാൻ തിന്മ ചെയ്യുന്നവരുടെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവർ ജാഗ്രത പുലർത്താനും ഇടയാക്കും. പരീക്ഷകളും ദുരിതങ്ങളും വിശ്വാസമുള്ളവനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കള വിതച്ചു നമ്മൾ വായിച്ചു കേട്ടു. സാത്താൻ സദാ ജാഗ്രതയുള്ളവനാണ്. അന്ധകാരത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളെക്കാളും ഉണർവുള്ളവരുമാണ്. തിന്മ നിറഞ്ഞതാണ് ലോകമെന്ന്
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് നന്മ ചെയ്യുന്നവർ കൈക്കൊള്ളുന്ന രീതി. ഉറക്കമായപ്പോൾ നമ്മൾ വായിച്ചൊരു കാര്യമാണ്. ഉറങ്ങുന്നത് രാത്രിയിലാണ്. ഇരുട്ടിൻ്റെ മറ സൃഷ്ടിക്കപ്പെടുന്നത് രാത്രിയാണ്. കളവ്, വ്യഭിചാരം തുടങ്ങിയ തിന്മകൾക്ക് ഇരുട്ട് സഹായിക്കുന്നുണ്ട്. CCTV, കാവൽക്കാർ, ഇതൊക്കെ ജാഗ്രത പുലർത്തുന്ന ചില പ്രതീകങ്ങളാണ്. ആത്മരക്ഷയെപ്പറ്റി അതീവ ജാഗ്രത പുലർത്താൻ ജനം കടപ്പെട്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കുവാൻ സകലം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.